ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ചൈനീസ് സാറ്റിനിലെ ഒരു ഫ്രോക്ക്, അംബ്രല്ല ടൈപ്പ് ഫ്രോക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു അംബ്രല്ല ടൈപ്പ് ഗൗൺ അല്ലെങ്കിൽ ഫ്രോക്ക് അത് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചൈനീസ് സാറ്റിൻ ആയതുകൊണ്ട് തന്നെ ഇതിന് ഓൾറെഡി തുണി വീതി കൂടുതലാണ്. അപ്പോൾ നമുക്ക് അധികം തുണി വേണം. നമുക്കൊരു 1.5 മീറ്റർ 2 മീറ്ററൊക്കെ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് വലിയ ഫ്രോക്കൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് കട്ട് ചെയ്യുന്നതിനായിട്ട് ഫാബ്രിക് ഇത് ലെങ്ത് വൈസിലാണ് നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നത്. അതിനൊന്ന് വീണ്ടും 4ആയിട്ടാണ് ഇപ്പോൾ ഫോൾഡ് ചെയ്തിരിക്കുന്നത്. കോൺ വൈസാണ് നമ്മൾ ഇപ്പോൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏകദേശം വൺ സൈഡ് 13 ഇഞ്ചാണ് വരുന്നത്. ടോട്ടൽ വരുമ്പോൾ നമുക്ക് വേസ്റ്റ് വരുന്നത് 26 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 4 ഭാഗമാക്കി നമ്മളിപ്പോൾ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ 4 ഭാഗം എടുത്തത്. ഇപ്പോൾ 2ആയിട്ടാണ് ഫോൾഡ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ 2, അതായത് എത്രയാണോ വേസ്റ്റ് അതിന് 2ആയിട്ടാണ് ഹരിക്കേണ്ടത്. ഇപ്പം 4ആയിട്ട് ഹരിച്ചത് കൊണ്ട് തന്നെ നമ്മൾ 26ൻ്റെ 4 ഭാഗം എടുത്ത് മാർക്ക് ചെയ്യാണ്. പിന്നെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഒരിക്കലും വേസ്റ്റ് മാർക്ക് ചെയ്യരുത്. കർവ് ഷേപ്പിൽ വേണം മാർക്ക് ചെയ്യാൻ. അത് ഈക്വൽ ആയിട്ട് തന്നെ ആ ഒരു കോണിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് വേണം വരയ്ക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രോക്ക് അടിവശം നല്ല റൗണ്ട് ആയിരിക്കില്ല, ചെറിയ സൈഡിൽ തൂങ്ങി അങ്ങനെ ചെരിഞ്ഞിട്ടൊക്കെ കിടക്കും. ആ ഒരു പ്രശ്നം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് ഫോളോ ചെയ്തേ പറ്റൂ. നമുക്കിങ്ങനെ കോണിൽ നിന്ന് തന്നെ ഈക്വൽ ആയിട്ട് എല്ലാ സൈഡിലേക്കും ഒരേ അളവിൽ തന്നെ റൗണ്ട് മാർക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്ത് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് എത്രയാണോ എടുത്തത് അതേ അളവിൽ തന്നെയാണ്, എങ്ങനെയാണോ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ മാർക്ക് ചെയ്തത് അതേപോലെ തന്നെയാണ് നമ്മൾ വീണ്ടും അറ്റത്ത് നിന്ന് പിടിച്ച് ഒരു ഈക്വലായിട്ട് വരാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ നമ്മുടെ ഒരു പ്രകാരം കർവ് വരച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ഇവിടെയും മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ എപ്പോഴും തീരുവശം, അതായത് നമ്മൾ സെൽവെഡ്ജ് കുറച്ച് ഇങ്ങോട്ടേക്ക് കഴിഞ്ഞിട്ടതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് അളവെടുത്ത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെൽവെഡ്ജ് കുറച്ച് കട്ടി കൂടിയതായിരിക്കും, ചിലപ്പോൾ അവിടെ പ്രിന്റ് കറക്റ്റ് ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ഗൗണിനെ ബാധിക്കും. അതുപോലെ തന്നെ ഇൻ്റർലോക്കിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ അടിയിൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യണം. ഫോൾഡിങ് ആണെങ്കിൽ അതിനനുസരിച്ച് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് ടോപ്പ് സൈഡ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. നമ്മൾ 4ആയിട്ടാണ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2 പാനലിൻ്റെ 2 പീസായിട്ടാണ് ബാക്കും ഫ്രണ്ടും മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നെക്ക് 3 ഇഞ്ച്, അതേപോലെ തന്നെ ഷോൾഡർ ഒരു 2 ഇഞ്ചും മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ആം ഹോളാണ് മാർക്ക് ചെയ്യുന്നത്. ആം ഹോളിൻ്റെ ഡെപ്ത് നമ്മളൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെസ്റ്റ് അളവാണ് മാർക്ക് ചെയ്യുന്നത്. ഒരു 6.5, 4 ഭാഗം 6.5 ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അതിനുശേഷം നമ്മൾ ആം ഹോള് വരയ്ക്കാണ്. ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ വരയ്ക്കണം. അതിനുശേഷം നമ്മൾ വേസ്റ്റ് ആണ് മെഷർമെൻറ്റ് ചെയ്യുന്നത്. വേസ്റ്റ് ഇപ്പോൾ നമുക്ക് 26 തന്നെയാണ് വരുന്നത്. 24 4 ഭാഗം മാർക്ക് ചെയ്യാം, പ്ലസ് കുറച്ച് ലൂസ് കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ആദ്യം ബാക്ക് സൈഡ് വേണം കട്ട് ചെയ്യാൻ. ബാക്ക് സൈഡ് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് ബാക്കും സെപ്പറേറ്റ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ വീണ്ടും ഫ്രണ്ടിൻ്റെ ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടുന്നത്. ഇവിടെ നമ്മൾ ഷോൾഡർ ഒന്ന് ചെറുതായിട്ട് സ്ലോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളിതാ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്തു.
ഇനി നമ്മൾ ഫ്രണ്ടിൻ്റെ ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബാക്കും ഫ്രണ്ടും ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ക്യാൻവാസ് വെച്ചിട്ടാണ് ഞാൻ നെക്ക് ചെയ്യുന്നത്. ഇവിടെ ഓൾറെഡി നമ്മൾ ക്യാൻവാസിൽ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ക്യാൻവാസ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, അരിക് മടക്കി തയ്ച്ചതിന് ശേഷം ഈ ഫ്രണ്ടിലത്തെ പോർഷനിലേക്ക് നമ്മൾ തയ്ച്ചു വെച്ചു. അതിനുശേഷം 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ആ നെക്കിൻ്റെ ബാക്കി വരുന്ന പോർഷൻ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് മാത്രം കളഞ്ഞാൽ മാത്രം പോരാ, ഓരോ സ്ലാഷ് കൂടി ചെയ്ത് കൊടുക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓരോ സൈഡും കർവാണ്. ആ കർവ് നല്ല ഫിനിഷായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സൈഡും ഇങ്ങനെ സ്ലാഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലാഷ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്കിന് റിങ്കിൾസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫിനിഷിങ്ങിനും അത് ബാധിക്കും. ഇതിന് ശേഷം നമ്മൾ ഈ ഒരു ക്യാൻവാസിൻ്റെ മേലെ കൂടെ പതിച്ചടിയാണ് അടിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ബാക്ക് നെക്ക് നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത പോർഷനിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരിക്കലും ഈ സാറ്റിനിലൊന്നും നമ്മൾ മേലെ കൂടെ, അതായത് നല്ല പുറത്തു കൂടെ പതിച്ചടിക്കരുത്. അതൊരു ഫിനിഷിങ്ങിനെ എഫക്റ്റ് ചെയ്യും. എല്ലാവരും അത് ഹെം ചെയ്യാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ബാക്ക് നെക്ക് നമ്മൾ ഓൾറെഡി ഫ്രണ്ട് കട്ട് ചെയ്ത ആ ഒരു പീസ് നമ്മുടെ അടുത്തുണ്ടാവും. ആ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്നത്. ഇൻ കേസ് നമുക്ക് ബാക്ക് നെക്കിന് ഡെപ്ത് കൂടുതൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് കുറച്ചുകൂടി ഇറക്കം കൂട്ടിയിട്ട് നമ്മൾ ഈ ഒരു നെക്ക് കട്ട് ചെയ്യേണ്ടതാണ്. ഹെവി സെറ്റിനായതുകൊണ്ട് തന്നെ നമ്മൾ ലൈനിങ് ഒന്നും വയ്ക്കുന്നില്ല. അത്യാവശ്യത്തിന് നല്ല കട്ടിയുള്ള തുണി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു കോട്ടൺ ഫാബ്രിക് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ക്രോസ് പീസ് ചെയ്യുന്നത്. ക്രോസ് പീസ് നമ്മളിപ്പോൾ ചെറിയ പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ക്രോസ് പീസ് ജോയിൻ ചെയ്യുമ്പോൾ 2 കോൺ പീസുകൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ക്രോസ് പീസ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ക്രോസ് പീസ് തന്നെ ആവാൻ. കാരണം ക്രോസ് പീസ് കട്ട് ചെയ്ത ശേഷം വലിച്ചു നോക്കുമ്പോൾ കറക്റ്റായിട്ട് വലിയുന്നുണ്ടെങ്കിലാണ് അതൊരു ക്രോസ് പീസ്. ലെങ്ത് വൈസും അതേപോലെ തന്നെ വിഡ്ത്ത് വൈസിലുള്ള ഈ പീസ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത്ര ഫിനിഷിങ് ആയിരിക്കില്ല. നമ്മൾ ബാക്ക് നെക്കിൻ്റെ ഒപ്പമാണ് ഈ ഒരു ക്രോസ് പീസ് വെച്ച് അടിക്കുന്നത്. ഈ ബ്ലൗസിനും അതേമാതിരി തന്നെ ചുരിദാറിനൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഫ്രോക്കിൻ്റെ ബാക്ക് സൈഡിലും നമ്മൾ ഈ ഒരു ക്രോസ് പീസ് വെച്ച് തയ്ക്കുന്നത്. വെച്ച് തയ്ച്ചതിന് ശേഷം ഫ്രണ്ടിൽ എങ്ങനെയാണ് നമ്മൾ സ്ലാഷ് ചെയ്ത് അതുപോലെ തന്നെ ഈ ഒരു നെക്കിൻ്റെ, അതായത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്രോസ് പീസ് വെച്ച് അടിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുടിച്ചിൽ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ബാക്ക് നെക്കിൽ ക്രോസ് പീസ് വെച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി വരുന്ന പോർഷൻ നമ്മൾ, അതായത് ക്രോസ് പീസ് വെട്ടിയിൽ അധികമായിട്ട് വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു കനം കൂടിയ മാതിരി ഉണ്ടാവും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് നെക്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം, പക്ഷേ തുന്നുന്നതാണ് കൂടുതൽ ഭംഗി. ഇനി നമുക്ക് ബാക്കും ഫ്രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യാം. ആദ്യം നമ്മൾ ഫ്രണ്ട് വെച്ചിട്ട് ബാക്കിൻ്റെ ആ ഒരു നമ്മൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത ആ പോർഷൻ ഫ്രണ്ടിലോട്ട് കവർ ചെയ്തിട്ടാണ് പിടിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു ഷോൾഡറിൻ്റെ സെപ്പറേഷൻ നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്യാം, അല്ലാതെ നീ സിംഗിൾ സ്റ്റിച്ച് ചെയ്ത് ഓവർലോക്ക് ചെയ്താലും മതി. ഇതിപ്പോൾ അധികം വലിയ കുച്ചിങ്ങനൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിതിന് സിബൊന്നും വയ്ക്കുന്നില്ല. ഇനിയിപ്പോൾ സിബ് വേണമെന്നുണ്ടെങ്കിൽ ഇൻവെസിബിൾ സിബാണ് ബെറ്റർ. കാരണം ഹെവി സാറ്റിനൊക്കെ ആകുമ്പോൾ നല്ല ഇൻവെസിബിൾ സിബൊക്കെ വെച്ച് ഫിനിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് പോർഷൻ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. നമ്മൾ ബാക്ക് നെക്ക് എങ്ങനെയാണോ ഫിനിഷ് ചെയ്തേ അതുപോലെ തന്നെയാണ് നമ്മൾ സ്ലീവ് ആം ഹോൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിതിന് സ്ലീവ്ലെസ് ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം ഫോൾഡ് ചെയ്ത് 1/4 ഇഞ്ച് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നെക്ക് അടിക്കുമ്പോൾ എന്തൊക്കെ റൂൾസ് പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് ആം ഹോളിൽ ക്രോസ് പീസ് വയ്ക്കുമ്പോഴും എല്ലാ കർവിൻ്റെ പോർഷനിലും നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ സ്ലാഷ് ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റിച്ച് ചെയ്ത് മടക്കി തയ്ക്കുമ്പോൾ ഒരു ഫിനിഷിങ്ങിനെ എഫക്റ്റ് ചെയ്യത്. മാത്രവുമല്ല ഈ സാറ്റിൻ എന്ന് പറയുന്നത് വളരെ കട്ടി കൂടിയാണ്. സാധാരണ നോർമൽ സാറ്റിനെ പോലെ നന്നായിട്ട് ഫ്ലെക്സിബിളായിട്ട് വളയില്ല. പക്ഷേ നല്ല ഫിനിഷിങ്ങോട് കൂടി തയ്ക്കാന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഹൈ ലുക്ക് തരുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് ഹെവി സാറ്റിൻ. ഇങ്ങനെ പ്രസ് ചെയ്തടിക്കുമ്പോഴായാലും ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് തന്നെ അടിവശം മുകളിലോട്ട്, അതായത് ആ ഒരു 2 ക്രോസ് പീസിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടില്ല എന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ക്രോസ് പീസ് വയ്ക്കുമ്പോൾ വേറൊരു തെറ്റ് സംഭവിക്കുന്നത്, എല്ലാവരും ഈ ഒരു ക്രോസ് പീസ് നല്ല കനത്തിൽ വെക്കും. അങ്ങനെ വെക്കുന്നത് അത്ര ചില സമയങ്ങളിൽ അത്ര ഭംഗി കിട്ടിയെന്ന് വരില്ല. ആ ക്രോസ് പീസിന് എന്തെങ്കിലും അത്ര ഫിനിഷിങ് വന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ ചുളിച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം ഒരു 1/4 ഇഞ്ചിൻ്റെ കൂടുതൽ വിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ബാക്കി വരുന്ന തുമ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയാനും ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷനിൽ കട്ടി കൂടാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ പതിച്ചടിക്കാണ് ചെയ്യുന്നത്. സ്ലീവിൻ്റെ അവിടെ നമ്മൾ പതിച്ചടിക്കാണ് ചെയ്യാൻ പോകുന്നത്, അല്ലാതെ തുന്നുകയല്ല ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരിക്കലും നമ്മൾ ബാക്ക് സൈഡ് വെച്ചിട്ട് തയ്ക്കാനാണ് എളുപ്പമെങ്കിലും അത് തയ്ക്കുന്നത് ഫ്രണ്ട് സൈഡിൽ ചുളിച്ചിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അനുസരിച്ച് കറക്റ്റ് 1/4 ഇഞ്ച് നോക്കിയിട്ട് ഫ്രണ്ട് സൈഡിൽ കൂടെ ക്രോസ് പീസ് കറക്റ്റായിട്ട് ബാക്കിലേക്ക് മലച്ച് വെച്ചിട്ട് വേണം തയ്ക്കാൻ. ഇപ്പോൾ ആം ഹോളിൻ്റെ ആ ഒരു ഡെപ്ത് പോർഷനിലൊക്കെ കറക്റ്റായിട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഒന്ന് സ്ലോ ചെയ്ത് അടിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷനിൽ എത്തുമ്പോൾ പെട്ടെന്ന് നമുക്ക് വളയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഏകദേശം നമ്മുടെ സ്ലീവ് ഇവിടെ ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ബസ്റ്റും അതേപോലെ തന്നെ വേസ്റ്റും മാർക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ സ്റ്റിച്ച് കൊടുക്കുക. നമുക്ക് സിംഗിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് ഓവർലോക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ സ്റ്റിച്ച് ചെയ്താലും മതി. ഇപ്പോൾ നമ്മുടെ ഗൗണിൻ്റെ ഓൾമോസ്റ്റ് ഒരു 50% ഫിനിഷ് ആയിട്ടുണ്ട്. ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഗൗൺ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാനല്, അടിവശത്തേക്കുള്ള ആ ഒരു പാനല് സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വേസ്റ്റിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ സെൽവെഡ്ജ്, അതായത് കട്ടിയുള്ളൊരു പോർഷൻ ഉണ്ട്, ഒരു ഡോട്ട് ആയിട്ടുള്ളത്,
അതൊന്നെങ്കിൽ കട്ട് ചെയ്ത് കളയുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ കൂടി നമ്മൾ അലവൻസിലോട്ട് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു കട്ടി നമ്മൾ അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒരു കട്ടി പിടിച്ച് ആ ഒരു സൈഡ് കട്ടിയിലിരിക്കുന്നത് മാതിരി തോന്നും. അപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ കട്ട് ചെയ്ത് കളയുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സെൽവെഡ്ജിൽ നിന്ന് കുറച്ച് നീക്കിയിട്ട് അതിൻ്റെ അടിക്കത്തൂടെ അടിച്ചു പോയാലും കുഴപ്പമില്ല, അതിൻ്റെ മേലെ കേട്ടാണ്ട് കുറച്ച് നീക്കി തയ്ക്കാൻ ശ്രദ്ധിക്കില്ല അവർ. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡും ഇതും തമ്മിൽ ജോയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓൾറെഡി ഇപ്പോൾ നമ്മൾ സൈഡ് അടിച്ചു കഴിഞ്ഞു. സൈഡ് അടിച്ചതിന് ശേഷം വേസ്റ്റ് ബാൻഡ് രണ്ടും കൂടി റൗണ്ടിൽ കറക്റ്റായിട്ട് ഒന്ന് പിന്ന് ഉപയോഗിച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിന് എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വെച്ച് നോക്കിയിട്ട് കറക്റ്റ് അളവാക്കുക. അതിനുശേഷം റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൗൺ അവിടെ ഫിനിഷ് ആവും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ബോട്ടം സൈഡ് ഇൻ്റർലോക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോൾഡ് ചെയ്തടിക്കുക. അതും അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ വല്ല ലൈസും വെച്ചിട്ട് ഫിനിഷ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഏകദേശം ഫുള്ളായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അപ്പോൾ അടുത്തൊരു ഉഗ്രൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.